അസ്സാം വലൈക്കും. അപ്പോൾ ഇതാണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മാഗി മസാല പൗഡറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഇത് നിങ്ങൾ ചോദിച്ച റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് മാഗി മസാല പൗഡറിൻ്റെ റെസിപ്പി കാണിച്ചു തരുമെന്ന്. ഇതാണ്ട് പിടിച്ചോളൂ, ഫുള്ള് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇഷ്ടമുള്ള ചൈനീസ് ഐറ്റംസ് ഉള്ള ഫുഡൊക്കെ ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അജിനാമോട്ടോ അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം 1/2 കപ്പ് കൊത്തമല്ലി നമുക്ക് മുഴുവനായിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് ഇത്. അത് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞപ്പോൾ എഴുതാണ്ട് അതൊന്ന് പൊട്ടുന്ന രീതിക്കായിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ 4 ഗ്രാമ്പു, 4 ഏലക്കായ നമുക്ക് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂണ് പിന്നെ ചെറിയ ജീരകം. അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കിയാൽ മതി കേട്ടോ. ഒരു ചെറിയ പീസ് പട്ട, പിന്നെ വേണ്ടത് വയനയില 2 എണ്ണം ഉണങ്ങിയത് കേട്ടോ. അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പട്ട ഗ്രാമ്പ് എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂട് തണയട്ടെ. ഇനി ഇതാണ്ട് മിക്സിയുടെ ജാർ എടുക്കുക. 1 ടീസ്പൂണ് കണക്കിലാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ഉള്ളിൻ്റെ പൊടിയാണ്. മാർക്കറ്റിലൊക്കെ വാങ്ങാൻ ലൂസായിട്ട് കിട്ടും. പാക്കറ്റായിട്ട് വാങ്ങുമ്പോഴാണ് പൈസ കൂടുതൽ. ലൂസാകുമ്പം നമുക്കൊരു 20 റുപ്യക്കോ 15 റുപ്യക്കോ അങ്ങനെ കുറച്ച് വാങ്ങിയാൽ മതി. 1 ടീസ്പൂൺ ഉള്ളിപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പൊടി, അതുപോലെ 1 ടീസ്പൂണ് പിന്നെ നമ്മുടെ വെള്ളുള്ളിൻ്റെ പൊടി. ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനൊക്കെ ലൂസാക്കിയിട്ട് തന്നെ വാങ്ങാറ്, പാക്കറ്റായിട്ട് വാങ്ങാറൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി വേണം. അത് 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരല്പം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളകാണ് ഇവിടെ എടുക്കുന്നത്. 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് ഇതിലേക്ക് എടുക്കല്ല കേട്ടോ, പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായി പോകും. അതാണ് കാശ്മീരിൻ്റെ മുളകും പൊടി ഇതിലേക്ക് എടുക്കുന്നത്. ചൂടൊക്കെ തണ്ണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മല്ലിൻ്റെ കൂട്ടും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം ഇത് നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞ് കിട്ടും, കാരണം ഉപ്പൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടി ഒന്നും ചേർക്കരുത്, കോൺഫ്ലവറിൻ്റെ പൊടി തന്നെ എടുക്കുക കേട്ടോ. അതൊരു ടീസ്പൂണ് മറന്നു പോകരുതേ. അളവൊക്കെ കറക്റ്റായിട്ടാണെങ്കിൽ നല്ലൊരു മാഗി മസാലൻ്റെ പൊടി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അളവെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് കൂടുതലും കുറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത്ര രുചി കിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ കറക്റ്റ് അളവിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ എഴുതാണ്ട് ഫ്രൈഡ് റൈസ് കാണിച്ചു തരാം. ഫ്രൈഡ് റൈസ് മാത്രമല്ല കേട്ടോ, മാഗി ഉണ്ടാക്കി കൊടുക്കാം. എന്ത് ചൈനീസ് ഐറ്റംസ് വേണമെങ്കിലും ഈ ഒരു പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്നല്ല കേട്ടോ കാണിച്ചു തരുന്നത്, വെജിറ്റബിളിൻ്റെ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ക്യാബേജ് വേണം, ക്യാരറ്റ് വേണം, വലിയുള്ളി വേണം, തക്കാളി വേണം, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ ചൂടായി കിടക്കുന്ന ബിരിയാണി പോട്ടിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടാ, പിന്നെ ബിരിയാണി പോട്ടിന് പകരം എടുത്തത് ഒരു ചെറിയ പാത്രമായിപ്പോയി. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം 1 വലിയുള്ളിയാണ് എടുത്തത്. അത് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കരുത് കേട്ടോ. ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് തന്നെ നമുക്ക് ക്യാരറ്റും പിന്നെ ക്യാബേജും ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഇഞ്ചി വെള്ളുള്ളിൻ്റെ പേസ്റ്റ് അരച്ച് വെച്ച് ഫ്രീസറിലാക്കി എടുത്ത് വെച്ചതുകൊണ്ടാണ് അതിങ്ങനെ കട്ടായിട്ട് കിടക്കുന്നത്. രണ്ടും കൂടെ 1 ടീസ്പൂൺ അത്രേ വരുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ക്യാബേജും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്, ഇത് ചെറിയ പോട്ടാണല്ലോ പറിച്ചോനേന്ന്. അപ്പോൾ എന്നെ അത് മാറ്റി അത്യാവശ്യം വലിയൊരു വലിപ്പമുള്ള ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതെല്ലാം അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണിന് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയാ സോസും മതി. കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു മസാലപ്പൊടിയിൽ ഏകദേശം കുറച്ചൊരു എരിവുണ്ട്, കാശ്മീരി മുളകിൻ്റെ, അത് മതി. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിക്ക് കഴിക്കാമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ചിക്കൻ ക്യൂബ്സിൻ്റെത് അത് 1 മുഴുവനായിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1ൽ 2 ക്യൂബ്സ് ആണല്ലോ ഉണ്ടാകുക, ആ 2ഉം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ മാഗി മസാല പൗഡർ 1 ടീസ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് വരുന്നത്. എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലേവർ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി അരിയാണ് കേട്ടോ വേണ്ടത്. 1 കപ്പാണ് എടുത്തത്. അത് ഞാൻ തലേ ദിവസം അങ്ങനെ റെഡിയാക്കി വെച്ചത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രൈഡ് റൈസിലേക്കൊക്കെ ഒരു 65-70% വേവ് മതി. കുറച്ചൊരു അരി കടിക്കുന്ന രീതിക്കായിരിക്കണം കേട്ടോ വെള്ളം ഊറ്റാൻ. അതുപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അരി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഊറ്റിയാൽ മതി. അല്ലാതെ വേറെ ഒന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഫുള്ള് വേവ് പറ്റൂല കേട്ടോ. എന്നാലേ നമുക്കിത് ശരിക്കും മിക്സ് ആക്കുമ്പോഴൊക്കെ ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മസാലപ്പൊടിയിലും ഉപ്പുണ്ടായിരുന്നു, ചിക്കൻ ക്യൂബ്സിലും ഉപ്പുണ്ടായിരുന്നു. അതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് നമുക്കതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ്സ് അത്ര മതി. ഇനി നമുക്ക് 2 എഗ്ഗ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലിലോട്ടേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് പൊട്ടിച്ചു കൊടുത്ത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാഗി മസാല പൗഡർ ഒരു 1/4 ടീസ്പൂൺ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് സ്പ്രിംഗ് അണിയനും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഇതേ രീതിക്ക് തന്നെ ചിക്കനും തയ്യാറാക്കുക. ചിക്കൻ്റെ എല്ലുള്ള പീസ് എടുക്കാതെ ബ്രസ്റ്റ് പീസ് എടുക്കുക. എന്നിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക, ഓയിലിട്ടിട്ട് വറുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, എരിവിനനുസരിച്ച് കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടി, നമ്മുടെ മാഗി മസാല പൗഡറും എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക, സ്പ്രിംഗ് അണിയനും കൂടിയിട്ട്. ഇപ്പോൾ എഗ്ഗ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അതേ രീതിക്ക് വേണമെങ്കിൽ ചിക്കനും റെഡിയാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ ആണെങ്കിലും എഗ്ഗ് ആണെങ്കിലും രണ്ടും പൊളി ടേസ്റ്റാണ്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എഗ്ഗ് വറുത്തത് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടിൽ വീണ്ടും ഒരു 10 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ മസാലപ്പൊടീൻ്റെ ചൂടൊക്കെ തണിയിട്ടുണ്ടായിരുന്നു. അതൊരു ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലോ ജാറിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. ഇത്ര ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം നമ്മൾ ദിവസവും ചൈനീസ് ഐറ്റംസ് തയ്യാറാക്കി കഴിക്കുന്നവരൊന്നല്ലല്ലോ, ഇടയ്ക്കല്ലേ ഉള്ളൂ കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പൊടി തന്നെ നമുക്ക് കുറേ കിട്ടും കേട്ടോ. പിന്നെ അത് ഫംഗസ് വരെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ നല്ല രീതിക്ക് പൊടിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചീത്താകുമൊന്നുമില്ല, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഇതാണ്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാനൊന്ന് മിക്സ് ആക്കുന്നത്. മാഷാഅല്ലാഹ്, പൊളി സ്മെല്ല്, പൊളി ടേസ്റ്റ്, രക്ഷയില്ല കേട്ടോ. നമ്മുടെ മസാലപ്പൊടികളൊക്കെ കിടുമെന്ന് പറഞ്ഞാൽ പോരാ, 1.5 കിടുവാണ്. ഞാൻ തയ്യാറാക്കിയോണ്ട് പറയല്ല കേട്ടോ. നല്ല ഫ്ലേവറുള്ള ഒരു മാഗി മസാലപ്പൊടി തന്നെയാണ്. പലതരത്തിലുള്ള മസാലപ്പൊടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മുടെ വീട്ടിൽ തന്നെ വ്യത്യസ്ത ഫ്ലേവറിലുള്ള മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കി ഓരോരോ ഐറ്റംസ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ റൈസൊക്കെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടൊക്കെ വിളമ്പിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ 1.5 ചോറ് റെഡി. അപ്പോൾ ഈ ഒരു മാഗി മസാല പൗഡർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ. ഇനി ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള പൊടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാനത് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.